വാൻ ഹെൽസിംഗ് മീനയ്ക്ക് അയച്ച കത്ത് സെപ്റ്റംബർ 25 6 മണി. പ്രിയപ്പെട്ട മീന, നിന്റെ ഭർത്താവിൻ്റെ അത്യത്ഭുതമായ ഡയറി ഞാൻ വായിച്ചു. നീ സംശയം കൂടാതെ ഉറങ്ങിക്കോളൂ. അവയൊക്കെ എത്രയും വിചിത്രങ്ങളും ഭീകരങ്ങളുമാണെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്. ഞാൻ എൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടി പണയം വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സങ്കടകരമായേക്കും. പക്ഷേ നിങ്ങൾ രണ്ടുപേർക്കും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം അദ്ദേഹം ധീരചിത്തനാണ്. ചുമരിലൂടെ പൊത്തിപ്പിടിച്ച് ആ മുറിയിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ. രണ്ടാമതൊരു തവണ കൂടി അവിടേക്ക് പോകാൻ അദ്ദേഹം ധൈര്യപ്പെട്ടു. ഇത് ചെയ്യാൻ മനക്കരുത്തുള്ള ഒരാളെ യാതൊരു വിധത്തിലുള്ള ഷോക്കുകളും ബാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിനും ഹൃദയത്തിനും യാതൊരു തകരാറുമില്ല. അദ്ദേഹത്തെ കാണുക കൂടി ചെയ്യുന്നതിന് മുമ്പ് ഞാനിത് സത്യം ചെയ്തു പറയാം. അതുകൊണ്ട് സമാധാനമായിരിക്കും. മറ്റു ചില കാര്യങ്ങളെപ്പറ്റി എനിക്ക് കുറേയേറെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. ഇന്നങ്ങോട്ട് വരികയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ സ്വന്തം ഹെൽസിംഗ്. മീന വാൻ ഹെൽസിങ്ങിന് അയച്ച കത്ത് സെപ്റ്റംബർ 25 വൈകുന്നേരം 6:30 മണി. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, അങ്ങയുടെ ദയാപൂർണമായ കത്തിന് 1000 നന്ദി. അതെൻ്റെ ഹൃദയഭാരത്തെ എത്രയും ലഘൂകരിച്ചിരിക്കുന്നു. എങ്കിലും അതൊക്കെ സത്യമാണെന്നിരിക്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം ഭീകരതകളാണുള്ളത്. ആ മനുഷ്യൻ ലണ്ടനിലുണ്ടെന്ന് വെച്ചാൽ അതെത്രത്തോളം ഭയാനകമാണ്. എനിക്ക് ഓർക്കാൻ തന്നെ പേടിയാവുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ജൊനാഥൻ്റെ ഒരു കമ്പി കിട്ടിയത്. അദ്ദേഹം 6:25 പുറപ്പെടുന്ന വണ്ടിയിൽ വരും. അപ്പോൾ കൃത്യം 10:18 ഇവിടെ എത്തുകയും ചെയ്യും. ഏതായാലും രാത്രി എനിക്ക് പേടിക്കാനില്ല. വിഷമമാവില്ലെങ്കിൽ കാലത്ത് 8 മണിക്ക് തന്നെ പ്രാതലിന് തക്കവണ്ണം വരൂ. ബദ്ധപ്പാടുണ്ടെങ്കിൽ 10:30 തേകി പോവുകയും ചെയ്യാം. എന്നാൽ ഉച്ചയ്ക്ക് 2:35 അവിടെ എത്താമല്ലോ. മറുപടി അയക്കേണ്ട, വരുമെന്ന് തന്നെ കരുതി ഞാൻ കാത്തിരിക്കും. അങ്ങയുടെ വിശ്വസ്തയായ സുഹൃത്ത് മീന ഹാർക്കർ. ജൊനാഥൻ്റെ ഡയറി സെപ്റ്റംബർ 26. ഞാൻ ഈ ഡയറിയിൽ ഒരിക്കലും എഴുതുകയില്ലെന്ന് കരുതിയതാണ്. പക്ഷേ എഴുതേണ്ടി വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ തിരിച്ചെത്തിയപ്പോൾ മീന ഭക്ഷണം തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. ആഹാരം കഴിഞ്ഞപ്പോൾ വാൻ ഹെൽസിങ്ങിൻ്റെ സന്ദർശനത്തെപ്പറ്റി അവൾ പറഞ്ഞു. ആ 2 ഡയറികളുടെയും കോപ്പികളെടുത്ത് അവൾ അദ്ദേഹത്തിൻ്റെ പക്കൽ കൊടുത്തിരിക്കുന്നു. അവൾ എന്നെപ്പറ്റി ഉത്കണ്ഠാകുലയായിരുന്നു അത്രേ. ഞാൻ എഴുതിയിട്ടുള്ളതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന് ഡോക്ടർ എഴുതിയിരിക്കുന്നു. ഡോക്ടറുടെ കത്ത് അവൾ എന്നെ കാണിച്ചു. ഇതെന്നെ ഒരു പുതിയ മനുഷ്യനാക്കിയിരിക്കുകയാണ്. എനിക്കെല്ലാം അവ്യക്തമായിരുന്നു. എല്ലാം ഇരുൾ മൂടി അവിശ്വസനീയമാം തക്കവണ്ണം വ്യാകുലമായി കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായറിയാം. ഇനി ആ പ്രഭുവിനെ പോലും ഞാൻ ഭയപ്പെടുകയില്ല. ലണ്ടനിൽ എത്തിച്ചേരുന്നതിൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ കണ്ടത് അവനെ തന്നെയാണ്. കുറെ കൂടി യുവത്വം കൈവന്നിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? മീന പറയും പോലെയുള്ള ഒരു പിശാചാണ് അവനെങ്കിൽ ഡോക്ടർ വാൻ ഹെൽസിംഗ് അവനെ വെളിച്ചത്ത് കൊണ്ടുവരും. വേട്ടയാടി പിടിക്കുകയും ചെയ്യും. ഞങ്ങൾ രാത്രി വളരെ നേരത്തോളം അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. മീന ഉടുപ്പിടുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരട്ടെ. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം അതിശയിച്ചു പോയി എന്ന് തോന്നുന്നു. ഞാൻ മുറിയിലേക്ക് കടന്നു ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് ചുമലിൽ കൈവച്ച് എൻ്റെ മുഖം വിളക്കിന് നേരെ പിടിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം പറഞ്ഞു, പക്ഷേ മീന പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് സുഖമില്ലെന്ന്. നിങ്ങൾക്കെന്തോ ഒരു വലിയ ഷോക്ക് തട്ടുകയുണ്ടായെന്ന്. ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ഞാൻ പ്രതിവചിച്ചു. എനിക്ക് സുഖമില്ലായിരുന്നു. ഒരു വലിയ ഷോക്ക് തട്ടുകയുണ്ടായെന്നതും വാസ്തവമാണ്. പക്ഷേ നിങ്ങളതെല്ലാം ഇതിനകം തന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അതെങ്ങനെ? ഇന്നലെ രാത്രി മീനയ്ക്ക് അയച്ച കത്തിലൂടെ. ഞാനാകെ ശങ്കാധീനനായിരുന്നു. എനിക്ക് എല്ലാം അവാസ്തവികതയുടെ ഒരു കൂമ്പാരമായി തോന്നി. എൻ്റെ ബോധമണ്ഡലത്തിൻ്റെ തെളിവുകൾ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്നറിയാത്തതിനാൽ എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്ക് വ്യക്തമായി അറിയുമായിരുന്നില്ല. ഇതുവരെ ജീവിതത്തിൻ്റെ നിയന്ത്രണ വിധേയമല്ലാത്ത നീരൊഴുക്കനുസരിച്ച് അങ്ങനെ പ്രവർത്തിച്ചു പോവുകയായിരുന്നു. ഇപ്പോൾ ആ നീരൊഴുക്കും നിലച്ചിരിക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിയാതെയായി. ഡോക്ടർ, എല്ലാറ്റിനെയും എന്നെപ്പോലും സംശയിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമാണെന്ന് എന്താണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടാ. ഇല്ല, അങ്ങയുടേതുപോലെ കൂട്ടുപുരുകമുള്ള ഒരാൾക്കത് സാധ്യമല്ല. നന്നേ രസിച്ചതുപോലെ അദ്ദേഹം ചിരിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു മുഖലക്ഷണ വിദഗ്ധനാണ്. ഇവിടെ നിമിഷം തോറും ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടുവരികയാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു വയസ്സൻ മുഖസ്തുതി പറയുകയാണെങ്കിൽ ക്ഷമിക്കൂ.
ഇത്തരമൊരു ഭാര്യയുള്ള നിങ്ങൾ അനുഗ്രഹീതനാണ്. മീനയെ പ്രശംസിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവനും കേട്ടിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അതിനാൽ തലകുലുക്കിക്കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അവളൊരു മാലാഖയാണ്. മേലെ ഒരു സ്വർഗമുണ്ടെന്നും നമുക്കും അവിടേക്ക് പോകാമെന്നും അവിടുത്തെ ചില പ്രകാശ കന്തളങ്ങൾ ഈ ഭൂമിയിലും തിളങ്ങി നിൽക്കുന്നുണ്ടെന്നും വ്യക്തമാക്കാൻ വേണ്ടി പിറവിയെടുത്തതാണവൾ. ആ സത്യസന്ധത, ആ സാരള്യം, ആ ഉദാരത, ആ നിസ്വാർത്ഥത ഞാൻ പറയാമല്ലോ. അഹംഭാവത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും വാഴ്ചക്കാലമായ ഇന്ന് അതൊക്കെ വിലപ്പെട്ട ഒരു സിദ്ധിയാണ്. നേരിട്ട് കാണുന്നതിന് മുമ്പായി തന്നെ കത്തുകളിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി നിങ്ങളുടെ യഥാർത്ഥ മഹത്വം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. എനിക്ക് കൈതരൂ, നമുക്ക് ഈ ജീവിതകാലം മുഴുവനും സുഹൃത്തുക്കളായിരിക്കാം. ഞങ്ങൾ ഹസ്തദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായ വാക്കുകൾ എന്നെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു. ഇനി അദ്ദേഹം ചോദിച്ചു, ഞാൻ കുറച്ചുകൂടി സഹായം ആവശ്യപ്പെടട്ടെ? എനിക്ക് ഒരു വലിയ ജോലി ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇക്കാര്യത്തിൽ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ടാൻസിൽവാനിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നടന്നത് എന്താണെന്ന് പറയാമോ? അങ്ങ് ചെയ്യാൻ പോകുന്നത് ആ പ്രഭുവിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമാണോ? തികച്ചും അതെ. എന്നാൽ അങ്ങയുടെ കൂടെ നിൽക്കാൻ എനിക്ക് പരിപൂർണ സമ്മതമാണ്. അങ്ങ് 10:30 വണ്ടിക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതൊക്കെ വായിക്കാൻ സമയമുണ്ടാവില്ല. ഞാൻ ആ കടലാസ് കെട്ടുകളൊക്കെ എടുത്തുകൊണ്ട് തരാം. എന്നാൽ വണ്ടിയിലിരുന്ന് വായിക്കാമല്ലോ. പ്രാതലിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോയി. വിടവാങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവരം അറിയിക്കുകയാണെങ്കിൽ മീനയെയും കൂട്ടി പട്ടണത്തിലേക്ക് വരാൻ വിഷമമുണ്ടാവില്ലല്ലോ. എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ ഇരുവരും വരും, ഞാൻ പറഞ്ഞു. തലേന്ന് രാത്രിയിലെ പത്രങ്ങളും പ്രഭാത പത്രങ്ങളും ഞാൻ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. വണ്ടിമുറിയുടെ വാതിൽക്കൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവ അലസമായി നോക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെസ്റ്റ് മിൻസ്റ്റർ ഗസറ്റിലെ എന്തോ ഒരു വാർത്തയിൽ തറച്ചു നിന്നു. അദ്ദേഹം ആകെ വിളറിപ്പോയി. ഈശ്വരാ, എൻ്റെ ഈശ്വരാ, ഇത്രയും വേഗമോ? അദ്ദേഹം തന്നെത്താൻ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പരിസരത്തെ പറ്റിയൊന്നും ഓർക്കുന്നില്ലെന്ന് തോന്നി. വിസിലിൻ്റെ ശബ്ദം കേട്ടു. വണ്ടി നീങ്ങി. ഞെട്ടി ഉണർന്ന പോലെ ജനലിലൂടെ തല പുറത്തേക്കിട്ട് കൈ വീശിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മീനയോട് വിവരം പറയൂ, ഞാൻ ഉടനെ എഴുതാം. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി, സെപ്റ്റംബർ 26. ഞാൻ ഈ ഡയറി എഴുത്ത് നിർത്താൻ വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും തുടങ്ങേണ്ടി വന്നിരിക്കുന്നു. റൺഫീൽഡ് പഴയ ജോലി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഈച്ചകളെ പിടിക്കുന്ന ജോലി നിർത്തി എട്ടുകാലികളെ സംഭരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അയാളെ കൊണ്ട് യാതൊരു ശല്യവുമില്ല. ആർതറുടെ കത്തുണ്ട്. അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു. ക്വിൻസി അവിടെ ഉണ്ടത്രേ. അതേതായാലും നന്നായി. ആർതർക്ക് തൻ്റെ പഴയ പ്രസരിപ്പൊക്കെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ക്വിൻസിയും എഴുതിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അവരെ പറ്റിയൊന്നും വേവലാതിപ്പെടേണ്ടതില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ആണ്ടുമുഴുകിയിരിക്കുകയാണ്. അത് ലൂസിയെ പറ്റിയുള്ള സ്മരണ എന്നിലേൽപ്പിച്ച മുറിവിൻ്റെ വേദന തെല്ലെങ്കിലും കുറയ്ക്കാൻ എന്നെ സഹായിച്ചേക്കും. ഇത് എല്ലാറ്റിൻ്റെയും പുനരാരംഭമാണെന്ന് തോന്നുന്നു. ഇനി അവസാനം എവിടെയാണെന്ന് ഈശ്വരന് മാത്രമേ അറിയാവൂ. പ്രൊഫസർ വാൻ ഹെൽസിങ്ങിന് കാര്യങ്ങൾ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷാനിർഭരമായ ഒരു നിമിഷത്തിലെ അദ്ദേഹം എല്ലാം പറയുകയുള്ളൂ. ഇന്നലെ അദ്ദേഹം എക്സെറ്ററിൽ പോയിരുന്നു. രാത്രി അവിടെ താമസിച്ചു. ഇന്ന് തിരിച്ചു വന്ന് 5:30 മണി വരെ തൻ്റെ മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയിലെ വെസ്റ്റ് മിൻസ്റ്റർ ഗസറ്റ് അദ്ദേഹം എനിക്ക് നീട്ടി. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പേപ്പർ തിരിച്ചു നോക്കി. അപ്പോഴേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. കൊച്ചുകുട്ടികൾ രാത്രി അലഞ്ഞു തിരിയുന്നതിനെ പറ്റിയുള്ള ഒരു വാർത്തയിലേക്ക് വിരൽ ചൂണ്ടി. ആദ്യത്തിൽ എനിക്കൊരു പുതുമയും തോന്നിയില്ല. പക്ഷേ അവരുടെയൊക്കെ തൊണ്ടയിൽ കാണുന്ന മുറിവുകളെപ്പറ്റി പറഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എങ്ങനെ? അദ്ദേഹം ചോദിച്ചു. ലൂസിയുടേതുപോലെ തന്നെയുണ്ട്. അതെന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? താങ്കളുടെ അഭിപ്രായം എന്താണ് പ്രൊഫസർ? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഗൗരവത്തെ ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതെന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഒരിക്കലും ലൂസിയുടെ കാര്യത്തിലുള്ള നിരാശതയുടെ നടുക്കുപോലും കണ്ടിട്ടില്ലാത്തത്ര ഗൗരവം ആ മുഖത്ത് സ്ഫുരിച്ചിരുന്നു. പറയൂ, എനിക്കൊന്നും തോന്നുന്നില്ല. എന്താണ്? എവിടെ തൊട്ടാണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
എൻ്റെ സുഹൃത്തെ, ലൂസി മരിക്കാൻ എന്താണ് കാരണമെന്ന് താങ്കൾക്ക് യാതൊരു സംശയവും തോന്നുന്നില്ലേ? സംഭവങ്ങളിൽ നിന്ന് മാത്രമല്ല, എന്നിൽ നിന്നും യാതൊരു സൂചനയും കിട്ടിയില്ലേ? രക്തം ദുരുപയോഗപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തതുകൊണ്ട് ഞരമ്പുകൾക്ക് വന്ന തളർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് രക്തം ദുരുപയോഗപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തത്? ഞാൻ തലകുലുക്കി. എൻ്റെ തൊട്ടരികിൽ വന്നിരുന്ന് അദ്ദേഹം തുടർന്നു. നിങ്ങൾ സമർത്ഥനാണ് സുഹൃത്തെ, ധീരചിത്തനുമാണ്. പക്ഷേ നിങ്ങൾ കണ്ണു തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യുന്നില്ല. നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ളതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പഴയതും പുതിയതുമായ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ആളുകൾ അവയൊക്കെ അറിയുന്നു, അറിയാമെന്ന് ഭാവിക്കുകയെങ്കിലും ചെയ്യുന്നു. ഓ, എല്ലാറ്റിനും വിശദീകരണം വേണമെന്നുള്ളത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ശാപമാണ്. മാത്രമല്ല, ഒന്നും വിശദീകരിക്കുന്നില്ലെങ്കിലോ വിശദീകരിക്കത്തക്കതായി യാതൊന്നുമില്ലതാനും. പക്ഷേ എന്നിട്ടും നിത്യേന നമ്മുടെ ചുറ്റും പുതിയ വിശ്വാസങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പുതിയതാണെന്നാണ് അവയുടെ ഭാവം, എങ്കിലും പഴയവ തന്നെയാണ് താനും. ഞാൻ ചോദിക്കട്ടെ, കൂട് വിട്ട് കൂടുമാറുന്ന വിദ്യയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പ്രേതങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുമില്ല അല്ലേ? പിശാചുക്കളിൽ, പരഹൃദയജ്ഞാനത്തിൽ ഇല്ല, ഹിപ്നോട്ടിസത്തിലുമില്ല. ഉവ്, ഞാൻ പറഞ്ഞു. ശാസ്ത്രജ്ഞന്മാർ അത് ശരിക്കും തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. അപ്പോൾ അത്രത്തോളം സമ്മതമാണ് അല്ലേ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? അപ്പോൾ തീരെ ചിന്തിക്കാതെ വസ്തുതകളെ അങ്ങനെ തന്നെ താങ്കൾ വിശ്വസിക്കുന്നുവെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്നാൽ പറയൂ, ഹിപ്നോട്ടിസത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പരഹൃദയജ്ഞാനത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുമില്ല. അതെങ്ങനെ? മനുഷ്യൻ്റെ ജീവിതം കുഴപ്പങ്ങളും അസംഭവ്യതകളും നിറഞ്ഞതാണ്. പണ്ട് ചിലർ നൂറ്റാണ്ടുകളോളം ആരോഗ്യവാന്മാരായി ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ലൂസിയുടെ കാര്യം നോക്കൂ. 4 ഒത്ത പുരുഷന്മാരുടെ രക്തം സിരകളിൽ കയറ്റിയിട്ടും അവൾക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാൻ സാധിച്ചില്ല. അവൾ ഒരു ദിവസം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ നമുക്കവളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ജീവിതത്തിലെയും മരണത്തിലെയും സങ്കീർണതകളൊക്കെ താങ്കൾക്കറിയാമോ? ചില വ്യക്തികളിൽ രാക്ഷസീയത കുടികൊള്ളുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ അതില്ലാതിരിക്കാൻ കാരണം എന്താണെന്നറിയുമോ? മറ്റുള്ള എല്ലാ കൊച്ചെട്ടുകാലികളും ചത്തുകൊണ്ടിരുന്നപ്പോൾ സ്പാനിഷ് പള്ളിയിലെ ആ കൂറ്റൻ എട്ടുകാലി മാത്രം യുഗങ്ങളോളം ചാവാതെ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയും ഒടുവിൽ ഒരു ദിവസം ഇറങ്ങി വന്ന് പള്ളിയിലെ എല്ലാ വിളക്കുകളിലെയും എണ്ണയത്രയും കുടിച്ചു തീർക്കുകയും ചെയ്യാൻ കാരണം എന്താണ്? പമ്പാസിലും മറ്റു ചില പ്രദേശങ്ങളിലും രാത്രി വന്ന് കന്നുകാലികളുടെയും കുതിരകളുടെയും ഞരമ്പുകൾ കടിച്ചു കീറി രക്തം കുടിച്ചു വറ്റിക്കുന്ന കടവാതിലുകളുള്ളതെങ്ങനെയാണെന്നറിയാമോ? പടിഞ്ഞാറൻ കടലുകളിലുള്ള ചില ദ്വീപുകളിൽ പകൽ സമയം മുഴുവൻ മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുകയും രാത്രിയായാൽ കപ്പലുകളുടെ മുകൾ തട്ടിൽ കിടന്നുറങ്ങുന്ന നാവികന്മാരുടെ മേൽ പറന്നു വീഴുകയും ചെയ്യുന്ന കൂറ്റൻ കടവാതിലുകളെപ്പറ്റി താങ്കൾക്കറിയാമോ? ആ നാവികന്മാർ ലൂസിയെപ്പോലെ തന്നെ വിളറി വെളുത്ത് പിറ്റേന്ന് കാലത്തേക്ക് മരിച്ചു പോകുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈശ്വര, ഞാൻ അമ്പരന്നു പറഞ്ഞു. പ്രൊഫസർ, ലൂസിയെ അത്തരമൊരു ചോരകുടിയൻ കടിച്ചുവെന്നാണോ താങ്കൾ പറയുന്നത്? ഈ 19-ാം നൂറ്റാണ്ടിലും ലണ്ടൻ നഗരത്തിലും അത്തരമൊന്നും ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ബഹളം കൂട്ടാതിരിക്കണമെന്ന് കൈവീശി കാണിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. സാധാരണയായി ഒരു പുരുഷായുസിനേക്കാളും അധികകാലം ഒരു ആമ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാമോ? ആനകൾ ദീർഘായുസുകളായിരിക്കാൻ കാരണം എന്താണ്? പൂച്ചകളോ നായ്ക്കളോ കടിച്ചാലല്ലാതെ തത്തകൾ ഒരിക്കലും ചാവുകയില്ല. എന്തുകൊണ്ട്? വനാന്തരങ്ങളിലും ഗുഹകളിലും പാറകൾക്കുള്ളിലും ചില മനുഷ്യർ യുഗങ്ങളോളം ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ യോഗ്യമാർ സ്വേച്ഛ പോലെ മരിക്കുകയും സ്വയം സംസ്കാരകർമ്മങ്ങൾ ചെയ്ത് മുകളിൽ ധാന്യം വിതയ്ക്കുകയും കൊയ്യുകയും വീണ്ടും വിതയ്ക്കുകയും കൊയ്യുകയും പിന്നെ ആൾക്കാർ വന്ന് ശ്മശാനം തുറക്കുമ്പോൾ യാതൊരു കേടുപാടും കൂടാതെ ഉണർന്നെണീറ്റ പോലെ പുറത്തു വന്ന് ജനങ്ങളുടെ ഇടയിൽ സ്വൈരമായി ജീവിക്കുകയും ചെയ്തു വന്നത് എങ്ങനെയാണെന്നറിയുമോ? ഇത്രയുമായപ്പോൾ ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു. എൻ്റെ തലച്ചോറാകെ കുഴഞ്ഞു കഴിഞ്ഞിരുന്നു.
പ്രകൃതിയുടെ ഭ്രാന്തൻ വിക്രിയകളും അസംഭവ്യതകളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ മസ്തിഷ്കമാകെ നിറച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം എന്നെ എന്തോ പഠിപ്പിക്കുകയാണെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, പ്രൊഫസർ, ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഒന്ന് പറഞ്ഞു തരൂ. താങ്കൾ വിശദീകരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. ഇപ്പോൾ ഒന്നും വ്യക്തമാകാതെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ എൻ്റെ ഹൃദയമാകെ കുഴങ്ങിയിരിക്കുകയാണ്. മൂടൽമഞ്ഞിൽപ്പെട്ട് വഴിയറിയാതെ കുഴങ്ങുകയാണ് ഞാൻ. ശരി, ഞാൻ പറയാം. അടിസ്ഥാനം ഇതാണ്. നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കാൻ? അസാധ്യമായ കാര്യങ്ങൾ വിശ്വസിക്കണം. ഞാൻ വിശദീകരിക്കാം. അസത്യമാണെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ സംഭവ്യങ്ങളാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം. ഇതിൽ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു വിശാല ഹൃദയം ഉണ്ടായിരിക്കണം. ഒരു വലിയ സത്യത്തിൻ്റെ മറ്റൊരു ശകലം തടഞ്ഞു വയ്ക്കരുത്. നമുക്ക് ആദ്യം കിട്ടുന്നത് അത്തരം സത്യത്തിൻ്റെ ശകലങ്ങളായിരിക്കാം. നല്ലത് സൂക്ഷിച്ചു വയ്ക്കുകയും ശരിയായി വിലമതിക്കുകയും ചെയ്യുക. പക്ഷേ ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കണം. ഈ ലോകത്തിലെ എല്ലാ സത്യങ്ങളും അതിലടങ്ങിയിരിക്കുന്നുവെന്ന് മാത്രം കരുതരുത്. അതായത് ഏതോ അതിവിചിത്രമായ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു മുൻവിധിയും ഉണ്ടായിരിക്കരുതെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ പാഠം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഈ കുട്ടികളുടെ തൊണ്ടയിൽ കാണുന്നതായി പറയപ്പെടുന്ന മുറിപ്പാടുകൾ ലൂസിയുടെ തൊണ്ടയിൽ മുറിപ്പെടുത്തിയ അതേ കൈകൾ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ലേ? അതങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഓ, അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ. അല്ല, അത് കൂടുതൽ ഭയങ്കരമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കഷ്ടതരം. ഈശ്വരനെ വിചാരിച്ച് പറയൂ. ഡോക്ടർ വാൻ ഹെൽസിംഗ്, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിരാശാഭരിതനായി അദ്ദേഹം ഒരു കസേരയിലേക്ക് അമർന്ന് കാൽമുട്ടുകൾ മേശപ്പുറത്തേക്ക് എടുത്തു വച്ചു. കൈകൾ കൊണ്ട് മുഖം പൊത്തി അദ്ദേഹം പറഞ്ഞു, ഈ മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നത് അത് ലൂസിയാണ്.